വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെന്നൈ സ്ട്രീറ്റ് ഫുഡാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്, എഗ് ബേജോ. ഇതിൻ്റെ ആക്ച്വൽ ഒറിജിൻ എന്ന് പറയുന്നത് ബർമയാണ്, അതായത് മ്യാൻമർ ആണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ എഗ് വിഭവത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നാവിലൊരു മേളം തീർക്കുന്ന പോലെയാണ്. അത്രയും ടേസ്റ്റിയാണ്. ഏതൊക്കെയോ ടേസ്റ്റുകൾ ഇങ്ങനെ മിന്നി വാങ്ങി പോകുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ്. ഇവിടെ ഇപ്പോൾ ഒരു 2 മുട്ട നന്നായി പുഴുങ്ങി എടുത്തിട്ട് ഹാർഡ് ബോയിലാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതുപോലെ കഴുകി അതിൻ്റെ തോടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് മസാല തയ്യാറാക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഇപ്പോൾ സവാള ഇതുപോലെ വളരെ ചെറുതായിട്ട് വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. സവാളയുടെ അളവെന്ന് പറയുന്നത് ഈ 2 എഗ്ഗിന് വേണ്ടിയിട്ട് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസ്. അതുപോലെ വെളുത്തുള്ളി എന്ന് പറയുന്നത് ഒരു ഫുൾ വെളുത്തുള്ളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്, ഒരു ഫുൾ ബൾബിൻ്റെ പകുതി. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഈ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള ഈ സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് സാധാരണ നമ്മൾ കാരമലൈസ് ചെയ്യുമല്ലോ, അതായത് ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ അതിനെ ഒന്ന് വറുത്തെടുക്കുമല്ലോ. അപ്പോൾ അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ഈ സമയത്ത് ജസ്റ്റ് ഒരല്പം ഷുഗർ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് കാരമലൈസ് ആയിട്ട് വരും. ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. കാരണം ഇത് ഇനി ഇരിക്കും തോറും തണുക്കും തോറും ഇത് കൂടുതൽ ഡാർക്കും ആയിട്ടും കൂടുതൽ ക്രിസ്പി ആയിട്ടും വരും. അപ്പോൾ ഫ്ലെയിം എന്ന് പറയുന്നത് ഒരു മീഡിയമായിട്ട് തന്നെ വെക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് അങ്ങ് വറുത്തെടുക്കരുത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കരിഞ്ഞ രുചി കുറച്ച് അധികമായിട്ട് നിൽക്കും. ഇതുപോലെ നമുക്ക് ഉള്ളി മുഴുവനായിട്ട് സവാള മുഴുവനായിട്ട് വറുത്തെടുക്കാം. ഇനി അതേ എണ്ണയിലേക്ക് ഈ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിയുന്നതിന് പകരം വേണമെങ്കിൽ വളരെ ചെറുതായിട്ട് നമ്മൾ സാധാരണ വെളുത്തുള്ളി നുറുക്കിയെടുക്കുന്ന മാതിരി നുറുക്കിയെടുക്കാം. അതും ഇതുപോലെ ഈ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ നമുക്ക് ഈ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതിനി ഇരിക്കും തോറും നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇങ്ങനെ സ്ലൈസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് നമുക്ക് അല്പം ചുവന്ന മുളക്, എരിവില്ല ചുവന്ന മുളക്, ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അതൊരല്പം ഡാർക്കായിട്ട് ഒരു മെറൂണിഷ് ആയിട്ട് വരുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അല്പം എരിവില്ല മുളകിനെ ആയിരിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ എക്സ്ട്രാ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം അത് ഇതുപോലെ എണ്ണയിൽ നിന്നും കോരി മാറ്റുന്നുണ്ട്. ഫുൾ ഈ ഒരു പ്രോസസ്സിൽ മൊത്തം ഫ്ലെയിം ഒരു മീഡിയത്തിലാണ് വെച്ചത്. ഈ എണ്ണയും കൂടി നമുക്കിനി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ സംഭവം ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. ഒന്നാമതായിട്ട് വേണ്ടത് നമ്മളിപ്പോൾ ഏറ്റവും അവസാനം വറുത്തെടുത്തിട്ടുള്ള ആ എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ നമുക്ക് അല്പം വേണം. അതായത് അതിനകത്ത് ഈ വെളുത്തുള്ളിയുടെയും ആ ഒരു മുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു എണ്ണ വേണം. അതാണ് ഇവിടെ ഒന്നാമതായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അല്പം ഉപ്പ് ചേർത്തിട്ടുള്ള വെള്ളമാണിത്. പിന്നെ ഒരു ലെമൺ സൈസ് പുളി അല്പനേരം വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ആ പുളിയുടെ വെള്ളമാണ് ഇപ്പോൾ ഈ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു നാരങ്ങയുടെ നീര്, അത് അല്പം വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്പം മല്ലിയിലയും പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ച വെളുത്തുള്ളി, സവാള, പിന്നെ ഏറ്റവും അവസാനം തയ്യാറാക്കിയിട്ടുള്ള മുളക്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇനി ആദ്യമായിട്ട് ഇതിനെ എങ്ങനെയാണ് മിക്സിംഗ് എന്ന് നോക്കാം. നമ്മൾ ഏറ്റവും അവസാനം ഈ വറുത്തെടുത്തിട്ടുള്ള മുളക് നമ്മളൊന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് പകരം മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി, വളരെ പെട്ടെന്ന് തന്നെ ക്രഷായി കിട്ടും. അതുകൊണ്ടാണ് കൈവച്ച് തന്നെ ക്രഷ് ചെയ്യുന്നത്. അടുത്തതായി ഇതിലേക്ക് ഈ വറുത്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഈ വറുത്ത് വെച്ച വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി കൈവച്ചിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ നന്നായിട്ടൊന്ന് എല്ലാം കൂടി യോജിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ മതി. നല്ല എരിവില്ല മുളകാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൈ ഇതുപോലെ ഗ്ലൗസ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമ്മൾ ഈ പുഴുങ്ങി വെച്ച മുട്ട ഇവിടെ എടുക്കാം. എന്നിട്ട് ഇതിനി നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ നടുക്ക് ചെറുതായിട്ടൊരു ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വളരെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അല്പം മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കാവുള്ളൂ, മുഴുവനായിട്ട് അങ്ങ് കട്ട് ചെയ്യരുത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഓപ്പണിങ്ങിലേക്കാണ് നമ്മൾ ഈ മസാല വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തുറന്നു പിടിക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കിയിട്ടുള്ള ഗാർലിക് ഒണിയൻ്റെയൊക്കെ ഒരു മിക്സ് ഇല്ലേ, ആ സ്പൈസി മിക്സ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ലാവിഷായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം, അപ്പോഴാണ് നന്നായിട്ടുണ്ടാവുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നിറച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് അല്പം നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ അല്പം ഉപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ വെള്ളമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അല്പം പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ആ എണ്ണയും കൂടി, ആ വറുത്ത് വെച്ച എണ്ണ ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് അല്പം മല്ലിയില ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം.
ഈ സമയത്ത് എരിവ് കുറവാണ് നമ്മുടെ മുളകിനെങ്കിൽ അല്പം മുളക് പൊടി ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്താൽ മതി കേട്ടോ. ഇനി ഇത് ഇതുപോലെ തന്നെ വായിലിടാം. എല്ലാം കൂടി ഒരു ടേസ്റ്റിൻ്റെ ഒരു ബോംബിങ് തന്നെയായിരിക്കും. സൂപ്പർ ടേസ്റ്റിയാണ്. പെട്ടെന്ന് ഒരു വായിൽ ഏതൊക്കെയൊക്കെ ടേസ്റ്റ് മിന്നു മാഞ്ഞു പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്ട്രീറ്റ് ഫുഡ് ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.